ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, വേദങ്ങൾ പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടെ അത് ഇൻട്രഡക്ഷനിൽ ആവർത്തിക്കുന്നു. സംഹിത, ബ്രാഹ്മണം, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. ഇതാണ് പ്രാചീന രീതി. അതിൽ സംഹിത വ്യാഖ്യേയമാണ്, ഉപനിഷത്ത് വ്യാഖ്യാനമാണ്, സംഹിത അതിൻ്റെ സൂക്ഷ്മരൂപമാണ്. ആ സംഹിത ബ്രഹ്മചര്യകാലത്ത് പഠിക്കേണ്ടതാണ്. അപ്പോഴാണ് മന്ത്രങ്ങളൊക്കെ പഠിക്കേണ്ടത്. അപ്പോഴേ മന്ത്രങ്ങളുടെ അനുഭവങ്ങൾ ലഭിക്കൂ. വിഷയലോകങ്ങളെ സൃഷ്ടിക്കുകയും ബ്രഹ്മചര്യമില്ലാതാവുകയും പരിഗ്രഹം തുടങ്ങുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് സംഹിത പഠിക്കുന്നത് ബ്രഹ്മചര്യകാലങ്ങളിലാണ്. അപ്പോൾ ഇത് അനുഭവമായി തീരും. യുക്തി ഉണരുകയും അനുഭവങ്ങളെ നിഷേധിക്കുന്ന പ്രക്രിയ അറിവിലൂടെ രൂപാന്തരപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ യുക്തിയെ സാരവത്തായി സ്വീകരിക്കുകയും അനുഭവങ്ങളെ നിതാന്തമായി നിഷേധിക്കുവാനുള്ള പ്രവണത വരികയും ചെയ്യുന്നതുകൊണ്ട് സംഹിത ആ കാലഘട്ടത്തിൽ പഠിച്ചാൽ മനസ്സിലാവുകയുമില്ല. പറഞ്ഞത് നല്ലോലെ പിടികിട്ടിയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് പിടികിട്ടിയില്ലെന്നാണ്. വ്യക്തി അനുഭവങ്ങളെ അതേപോലെ സ്വീകരിച്ച് അതാണ് ജീവിതവും ശാസ്ത്രവും എന്ന് സമരസപ്പെട്ട് മനസ്സിലാക്കി മുന്നേറും. അതൊരു ജീവിതം. അനുഭവം സ്വീകരിക്കണമെങ്കിൽ യുക്തി വേണം എന്നൊരു പഠിപ്പ് വരുന്നത് രണ്ടാമത്തെ തരം ജീവിതം. യുക്തി കിട്ടാത്തിടത്തെല്ലാം അനുഭവങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് ജീവിതമായി സ്വീകരിക്കുന്നത് രണ്ടാമത്തെ തലം. ആധുനിക വിദ്യാഭ്യാസം യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാകൊണ്ട് അനുഭവങ്ങളെ അംഗീകരിക്കുവാൻ തയ്യാറാവുകയില്ലാത്തതാണ് ആ വിദ്യാഭ്യാസം. എനിക്കിന്നതുപോലൊരു അനുഭവമുണ്ടായി എന്ന് ആധുനിക വിദ്യാഭ്യാസം നേടിയ ഒരാളോട് ചെന്ന് പറഞ്ഞാൽ അയാൾക്കത് കേൾക്കുന്ന മാത്രയിൽ ഒരിക്കലും സ്വീകാര്യമാവില്ല. 1000 യുക്തികളെ കൊണ്ടത് ചോദ്യം ചെയ്യുകയും അനുഭവിച്ചവൻ അനുഭവിച്ചത് അനുഭവമല്ല എന്ന് സ്ഥാപിച്ചു വിടുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ വിദ്യാഭ്യാസവും നയവുമെല്ലാം. ശരിയല്ല? പറഞ്ഞത് നുണയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അപഗ്രഥനത്തിന് അനുഭവത്തിന്റെ മേൽ പ്രാധാന്യം കൊടുത്തുപോയാൽ പിന്നീട് ഒരിക്കലും അനുഭവപ്രധാനമായ ലോകങ്ങളിലേക്ക് അവൻ വീഴുകയില്ല. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ശരിയുണ്ടോ? ഞാൻ പറഞ്ഞത് ശരിയുണ്ടോ? അനുഭവങ്ങളെ ജീവിതത്തിൽ ശാസ്ത്രമാണെന്ന് സ്വീകരിച്ചവൻ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി യുക്തിയെ അന്വേഷിക്കും. അല്ലാത്തതാണ് ഇന്ന് യുക്തികൾ മുഴുവൻ. ഇന്ന് യുക്തി മുഴുവൻ അതാണ്. നിങ്ങളുടെ ശാസ്ത്രലോകങ്ങൾ എടുത്താൽ 18ാം നൂറ്റാണ്ടിന് മുമ്പ് ശാസ്ത്രലോകത്ത് മനുഷ്യോപകാരപ്രദങ്ങളായ 1000 അനുഭവ സാക്ഷ്യങ്ങൾ കണ്ടെത്തലുകളായി ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ല? ഇന്നങ്ങനെ കണ്ടുപിടിച്ചാൽ ആ കണ്ടുപിടുത്തം അംഗീകരിക്കണമെങ്കിൽ അത് യുക്തിപൂർവം അവതരിപ്പിക്കാൻ കഴിയണം ഒരു ഭാഷയിൽ.
അങ്ങനൊരു ഭാഷയിൽ എഴുതി അവതരിപ്പിക്കുമ്പോൾ ഭാഷയ്ക്ക് വഴങ്ങാത്ത അനുഭവങ്ങളെ മുഴുവൻ കളയുകയും അനുഭവമില്ലായ്മ ഭാഷയ്ക്ക് വഴങ്ങിയാൽ അത് ശാസ്ത്രമായി രംഗപ്രവേശം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാ തീസിസിൻ്റെയും ആൻറ്റിതെസിസിൻ്റെയും സിന്തസിസിൻ്റെയും നില ഇതാണ്. ചുരുക്കത്തിൽ വിദ്യാഭ്യാസം ഭാഷാപരമായ മേന്മയിലെത്തിച്ചപ്പോൾ നിങ്ങളുടെ ശാസ്ത്ര കൗതുകം നഷ്ടപ്പെടുകയും അനുഭവങ്ങൾ ചുരുങ്ങുകയും അനുഭവമില്ലാത്തതു പലതും ശാസ്ത്രലോകത്ത് കടന്നുകൂടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടിവരച്ച പറയുന്നത്, അതാണ് ചതുര വടിവിൽ പറയുന്നത്. എനിക്കതുകൊണ്ട് തെല്ലും ശങ്കയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കതിൽ 1000 ശങ്ക വരാവുന്നതാണ്. എയിംസ്, അപ്പാരറ്റസ്, പ്രൊസീജിയർ ഒക്കെ എഴുതി വെക്കാൻ പഠിച്ചാൽ ഏത് മണ്ടത്തരവും ഭാഷ കൊണ്ട് ശാസ്ത്രമാക്കാവുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സന്തതികളാണ് നിങ്ങളിന്ന്. അതുകൊണ്ട് ശാസ്ത്രത്തോളം അബദ്ധ പഞ്ചാംഗങ്ങൾ ഈ നിലയിൽ വേറെയില്ല. എൻ്റെ വിമർശനം നിങ്ങൾ അത്ര വേഗം സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും ആ രംഗത്തുള്ളവരാണ് എൻ്റെ ശ്രോതാക്കളിൽ കൂടുതൽ ആളുകളും. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് ആലോചിച്ച് നോക്കാം നിങ്ങൾക്ക്. പഴയ കാലത്ത് ഇങ്ങനെയല്ല. വെറും ഒരു എക്സാമ്പിൾ നോക്കിയാൽ പോലും കാണാം. അലക്സാണ്ടർ വോൾട്ടായിക് സെല്ല് കണ്ടുപിടിക്കുമ്പോൾ അയാൾ അനുഭവം കൊണ്ട് വൈദ്യുതി കണ്ടെത്തുകയായിരുന്നു. ഒരു ട്രഫിനകത്തെ സൾഫ്യൂരിക് ആസിഡിൽ ഒരു സിങ്ക് റോഡും ഒരു കോപ്പർ പ്ലേറ്റും വെച്ച് വൈദ്യുതി അയാൾ കണ്ടെത്തുകയായിരുന്നു. ആ അനുഭവം കുറെ കാലഘട്ടത്തിലേക്ക് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്നു എന്നൊക്കെയാണ് നിങ്ങൾ കുറെ കാലം പഠിച്ചത്. ശരിയാണ്. അപ്പോഴൊക്കെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, പ്രവർത്തിക്കാതിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞാണ് നിങ്ങൾ പഠിച്ചത്. ശരിയല്ല. അപ്പോഴും വൈദ്യുതി ഉണ്ടാകുന്നുണ്ടായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ ഈ സാധനത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് എത്ര പേപ്പറുകൾ പ്രസന്റ് ചെയ്തു, എത്ര വികാസങ്ങൾ വന്നു, എത്ര തവണ അതിൽ ഓരോ ഘട്ടത്തിലും എഴുതി പിടിപ്പിച്ച ശാസ്ത്ര കാര്യങ്ങളെ നിഷേധിച്ചു. ചോദ്യം മനസ്സിലായില്ല. ഈ നിഷേധിച്ചവന്മാർക്കെല്ലാവർക്കും കൂടെ ചെലവാക്കിയതൊന്നും അനുഭവം കൊണ്ടുവന്നവനാകെ കിട്ടിയിട്ടുമില്ല. ഈ നിഷേധികൾ ചുറ്റുമിരുന്ന് വാചോടോപം നടത്തുന്ന അനുഭവമില്ലാത്ത ഒരു ലോകമാണ് നിങ്ങൾ ഇന്ന് ശാസ്ത്രമെന്ന് കൊട്ടിഘോഷിക്കുന്നത്. അത്രയും അത് ശാസ്ത്രത്തിന്റെ നിഗമനികങ്ങളും ആഗമനികങ്ങളുമായ അനുഭവങ്ങളെ തകർക്കുകയും നിങ്ങളുണ്ടാക്കിയ മുറിക്ക് വെളിയിൽ ശാസ്ത്രം വികസിക്കുന്നതിന് തടയിടുകയും നിങ്ങളെ കൊണ്ട് പ്രയോജനമില്ലാതെ ലോകം കുഴയുകയും ചെയ്യുന്നതിനെയാണ് നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പേരിൽ അഭിമാനം കൊണ്ട് വിൽപ്പനയ്ക്കിറങ്ങുന്നത്. ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ആക്ഷേപമാണ്. കടുപ്പിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഏത് നിലയിലും പരിശോധിക്കാം. ഇന്നും ആകണമെന്നില്ല. പോയിരുന്ന് ആലോചിച്ച് ഏത് സമയത്തും സംവദിക്കാം. എന്നെങ്കിലും ഈ അഭിപ്രായത്തിന് മാറ്റം വരുന്നുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ എന്നെ വിളിക്കാം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശങ്കയൊന്നും വേണ്ട.
കാരണം പെട്ടെന്ന് പറഞ്ഞ് ചിറങ്ങിപ്പോവാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ തലയിൽ ശക്തമായി ഇടിച്ചു കയറ്റാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ ആലോചിക്കാം. നിങ്ങൾ ഏത് നിലകളിൽ ഏത് ശാസ്ത്രം കൈകാര്യം ചെയ്തിട്ടുള്ളവരാണെങ്കിലും, ഏത് ശാസ്ത്രത്തിൽ അഭിമാനം കൊള്ളുന്നവരാണെങ്കിലും പറയാം. കാരണം നിങ്ങളിൽ പലരും ഓരോ ശാഖകളിൽ ഒട്ടേറെ അഭിമാനം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് ഏത് നിലകളിലും പരിശോധിക്കാം. അതുകൊണ്ട് അവയൊക്കെ ഉണ്ടായത്, എന്തുണ്ടായിട്ടുണ്ടോ അവയെല്ലാം ഒരു ശാസ്ത്രജ്ഞന്റെ സ്വപ്ന ലോകത്ത് നിന്നാണ് വിടരുന്നത്. സ്വപ്നം എന്നത് മുമ്പ് കണ്ടിട്ടുള്ളത് മാത്രമാണ്. മനസ്സിലായില്ല? അങ്ങനെയാണെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനും നവ്യമായ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഇത് ശ്രുതി മാത്രമല്ല, ഫ്രോയിഡിയൻ സൈക്കോളജി വെച്ചും ഇങ്ങനെ തന്നെയാണ്. സ്വപ്നമെന്നത് പൂർവാനുഭവങ്ങൾ മാത്രമാണ്. അനുഭവമില്ലാത്ത ഒന്നും സ്വപ്നം കാണില്ല. ആഡ്ലർ, യങ്, ഫ്രോയിഡ് എല്ലാം. ഇനി ശ്രുതിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ശാസ്ത്രവും നിങ്ങൾ പറയുന്നതിനെതിരായി തന്നെ നിൽക്കുന്നു. മതിയാവുമെന്ന് തോന്നുന്നു. ഇത് മാത്രം വെച്ച് ഒരുപാട് ദൂരം പോകാമെന്നാണ്. നമുക്ക് ഉപനിഷത്തിലേക്ക് കയറേണ്ടതുകൊണ്ട് ആ വിഷയം അത്ര മതിയെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് സംഹിതയുടെ ലോകം അനുഭവങ്ങളുടെ ലോകമാണ്. അത് പഠിക്കാൻ അപരിഗ്രഹം, ബ്രഹ്മചര്യം, അസ്തേയം, അഹിംസ ഇതൊക്കെ വളരെ വേണ്ടതാണ്. അതിൻ്റെ ചിന്തകളുള്ള ഉപനിഷത്തുകളാണ് പ്രാചീന ഉപനിഷത്തുകളെല്ലാം. അതിൽ ഏറ്റവും പ്രാചീനമാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ബൃഹദാരണ്യകം. അതിന് മറ്റൊന്നുകൂടിയുണ്ട്. ഇത് ശുക്ല യജുർവേദാന്തർഗത ഉപനിഷത്താണെന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇത് ആരണ്യകത്തിലാണ് ഈ ഉപനിഷത്ത് പെട്ടിരിക്കുന്നത്. അത് നമുക്ക് കാണാം. അപ്പോ സംഹിത ബ്രഹ്മചര്യത്തില് ബ്രാഹ്മണങ്ങൾ കർമ്മകാണ്ഡമാണ്. അത് ഗാർഹസ്ഥ്യത്തിലുള്ളവയാണ്. ആരണ്യകങ്ങൾ വനസംഭക്തൗ വനനീയം സംഭജനീയം. പഴയ കാലത്ത് കർമ്മം ശരിയാകണം എന്നുണ്ടെങ്കിൽ ഗാർഹസ്ഥ്യത്തിൻ്റെ തലങ്ങളിലാണ് ശരിയാകുന്നത്. ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ വിദ്യാദർശനത്തിന് ആകാംക്ഷ കൂടിയിരിക്കുന്ന ജിജ്ഞാസയുടെ കാലങ്ങളിൽ കർമ്മ പക്വത ലഭിക്കില്ല. അതുകൊണ്ട് ബ്രഹ്മചര്യാശ്രമകാലം കുടുംബഭരണം, രാജ്യഭരണം മുതലായവയിലൊന്നും ഏർപ്പെടരുതെന്ന് പ്രാചീന നിയമമുണ്ട്. നിങ്ങൾ ബഹുമാനിക്കുന്ന ഈ ആശ്രമത്തിൽ പോലും ഒരു മരം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് നിൽക്കുന്ന ഗാന്ധിജിയാണ് വിദ്യാർത്ഥികളെ ഭരണരംഗത്തേക്ക് വലിച്ചിഴച്ചത് നിയമനിഷേധത്തിലൂടെ. താൽക്കാലികമായി ബ്രിട്ടീഷ് ഇന്ത്യയോട് പോരാടാനൊക്കെ അത് സഹായിച്ചിട്ടുണ്ടാകാമെങ്കിലും ഒരു ജനതയുടെ സംസ്കൃതിയുടെ വിനാശത്തിന് അത് വിത്തുപാകിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള ബഹുമാനം നിങ്ങൾക്കെന്നെ ചീത്ത പറയാൻ ഇടയാക്കുകയില്ലെങ്കിൽ വസ്തുതയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അത് ഭരണരംഗങ്ങളിലെ അതൃപ്തിക്ക് വേണ്ടി ഒരുവന്റെ വിദ്യാഭ്യാസ കാലത്തെ മുഴുവൻ കളഞ്ഞു കുളിച്ചുവെന്ന് മാത്രമല്ല, ആ കളഞ്ഞു കുളിച്ചവന്മാർ പിന്നീട് ഭരണമേൽക്കുമ്പോൾ ആ രാഷ്ട്രം നശിക്കുന്നു.
അതിനകത്തെ സർഗചേതന വളരാൻ അവൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വിനാശകരമായ ദൗത്യം. ഇല്ല, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വരുത്തിവെച്ച ഒരു വിനയും അതിൻ്റെ കൂടെ ലോർഡ് കഴ്സന്റെ യൂണിവേഴ്സിറ്റി ആക്റ്റും തുടർന്ന് ഇന്ത്യയിൽ സംഭവിച്ച സംഭവങ്ങളൊക്കെ അതിന് കാരണം. നമ്മുടെ വിഷയം അതല്ല. അതിലേക്ക് പോയാൽ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുഴങ്ങും. എനിക്കിതിനകത്ത് പറയേണ്ട ഒരു കാര്യത്തിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് ഇപ്പോൾ കൂട്ടിയാൽ മതി. ഇപ്പോൾ ഒരു നല്ലപോലെ ആലോചിച്ചുകൊള്ളുക. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ എവിടെ ഇട്ടും എന്നെ തല്ലിക്കൊള്ളുക. കാരണം നിങ്ങളുടെ ഒരു വലിയ ബിംബം ഞാൻ ഉടച്ചു കളഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കണ്ട. അത് വളർന്നിന്ന് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ വരെ വളരെ കുട്ടിക്കാലത്താണ് കുട്ടികളെ ഏൽപ്പിക്കുന്നത്. വീട്, നാട് ഒന്നും ഭരിക്കാൻ ബാല്യം പക്വമല്ല. പൂർവന്മാരുടെ അനുഭവങ്ങളെ തന്റെ വാസനയിൽ നിന്ന് ചകഞ്ഞെടുക്കുകയും വർത്തമാനകാലത്തെ പ്രായം ചെന്നവരിൽ നിന്ന് ഉൾക്കൊള്ളുകയും പ്രകൃതിയുമായി സമരസപ്പെടുകയും അറിവ് ഉണ്ടാവുകയും ചെയ്തിട്ടു വേണം ജീവിതായോധനത്തിലേക്ക് ശാസ്ത്രീയമായി ഇറങ്ങാനെന്നുള്ളത് കൊണ്ട് അവ പഠിച്ചെടുക്കേണ്ട കാലമാണ് ബ്രഹ്മചര്യകാലം. അതാണ് കളഞ്ഞു കുളിച്ചത് നിങ്ങൾ. അതുകൊണ്ട് ഗാർഹസ്ഥ്യമാണ് അതിനുള്ളത്. ചെവിയുടെ താഴെ നര വരുമ്പോൾ ഭരണം കൈവിടണം. ഇനി പ്രജ്ഞ നേരെ നിൽക്കില്ല. മനസ്സിലായില്ല? സ്വയം അച്ചടക്കമുണ്ടെങ്കിൽ, മര്യാദയുണ്ടെങ്കിൽ, സംസ്കാരമെന്നുള്ളതൊന്നുണ്ടെങ്കിൽ കർണമൂലത്തിൽ നര വന്നു കഴിഞ്ഞാൽ ഭരിക്കാൻ ആഗ്രഹിക്കരുത്. വീടായാലും നാടായാലും. അതുകൊണ്ടാണ് ഈ രാജ്യം വാർദ്ധക്യം വന്ന് ശവക്കുഴിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ശവക്കുഴിയുടെ വക്കിലിരിക്കുന്നവൻ അവനുമായി താതാത്മ്യം പ്രാപിച്ചൊരു രാഷ്ട്രം പോകുമ്പോൾ ആ രാഷ്ട്രം ഒന്നിച്ചാണ് ശവക്കുഴിയിലേക്ക് പോവുക. പരിചയ സമ്പത്ത് ഉപദേശങ്ങൾക്ക് നല്ലതാണ്. ഭരിക്കുക എന്നുള്ളത് രാജസമാണ്. അത് വാർദ്ധക്യത്തിന് ചേർന്നതല്ല. വാർദ്ധക്യത്തിന് രാജസവും രാജസ പ്രൗഢിക്ക് വാർദ്ധക്യവും യോജിച്ചതല്ല. മനസ്സിലായില്ല? ഞാനിതൊക്കെ പറയുന്നത് അതിൻ്റെ ശാസ്ത്രം വെച്ചുകൊണ്ട് മാത്രമാണ്, വ്യക്തികളെ വെച്ചുകൊണ്ടല്ല. വ്യക്തികൾ ആരെല്ലാം ഉണ്ടെങ്കിലും, ഞാൻ തന്നെ ആ വൈയക്തികതയിൽ ഉണ്ടെങ്കിലും അത് തെറ്റാണ്. അതുകൊണ്ടത് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ വളരെ ഭംഗിയായി ഗൃഹസ്ഥനുള്ളതാണ് ബ്രാഹ്മണങ്ങൾ. അത് കഴിഞ്ഞാൽ വനസംഭക്തവും വനനീയം സംഭജനീയം. സംഭക്തമായ വനത്തിലേക്ക് വാനപ്രസ്ഥത്തിന് ഒരുങ്ങും. ഇത്രയും കാലം അന്യർക്ക് വേണ്ടിയൊക്കെയാണ് ജീവിച്ചത്, വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇനിയുള്ളത് ആരുടെയും ശല്യമില്ലാതെ എനിക്ക് വേണ്ടി ഒന്ന് പണിയെടുക്കണം. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി ഏൽപ്പിച്ചു കൊടുത്ത് ഇനി ഇതെൻ്റെ വിശ്രമ ജീവിതമാണ്, എനിക്കിഷ്ടം പോലെ ഭംഗിയായി ഒന്ന് ജീവിക്കാൻ. എൻ്റെ ഇഷ്ടം എന്താണ്? എനിക്ക് പ്രായമായി, കോശങ്ങളുടെ നാശം കണ്ടു, മുടി നരച്ചു, ആദ്യത്തെ നോട്ടീസ് കൈപ്പറ്റി. മനസ്സിലായില്ല? നീ ഇനി ഒരുപാട് കളിക്കണ്ട, നീ ഇങ്ങോട്ട് വരാറായിട്ടുണ്ട് എന്ന് അവിടുന്ന് ഒരു നോട്ടീസ് അയച്ചു. ചെവിയുടെ കേൾവി കുറഞ്ഞു, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഇനി എനിക്ക് വേണ്ടി പണിയെടുക്കാനുള്ളതാണ്. ഉപാസനാതലങ്ങളിലേക്ക് പോകുന്ന
ആരണ്യകം അതിനുള്ളതാണ്. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞ് സന്യാസ ആശ്രമത്തിലേക്ക് എത്തുമ്പോൾ ഉപനിഷത്ത്, ആ ജ്ഞാനം അതിനുള്ളതാണ്. ഇങ്ങനെയാണ് ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. പഴയ പിരിവ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നിങ്ങനത്തെ പിരിവുമില്ല. ഇന്ന് ഗൃഹസ്ഥാശ്രമിയില്ല, ബ്രഹ്മചര്യാശ്രമിയില്ല, വാനപ്രസ്ഥാശ്രമിയില്ല, സന്യാസാശ്രമിയുമില്ല. ഇതിൻ്റെ എല്ലാ വേഷങ്ങളും ഇന്ന് നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. മനസ്സിലായില്ല? അതിൻ്റെ കാരണം അത് ഉൾക്കൊള്ളുന്ന ഗൗരവത്തോടെ പഠിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. ഒരുതരം സങ്കരം ഇതിലെല്ലാം വന്നു ഭവിച്ചിട്ടുണ്ട്. അത്രയും മതിയും തോന്നുന്നു. അതും ഇനി നമുക്ക് ശുക്ല യജുർവേദത്തിലെ 3/4 മണിക്കൂറായെന്ന് തോന്നുന്നു അല്ലേ? 3/4 മണിക്കൂറായി. ശുക്ല യജുർവേദത്തിലെ ശതപഥ ബ്രാഹ്മണത്തിൽ പെട്ടതാണ് ബൃഹദാരണ്യകം. ശതപഥ ബ്രാഹ്മണം, അതാണ് ഇത് ഉൾപ്പെട്ടത്. അവിടെ 2 പാഠങ്ങളുണ്ട് ശതപഥ ബ്രാഹ്മണത്തിൽ. ഒന്ന് കാണ്വ പാഠം, അതുപോലെ തന്നെ ഒന്ന് മാധ്യന്തിന പാഠം. എൻ്റെ ഓർമ്മ എക്സാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാണ്വ പാഠത്തിൽ 17 കാണ്ഡങ്ങളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മാധ്യന്തിനത്തിൽ 14 കാണ്ഡങ്ങളാണുള്ളത്. ആ എണ്ണം ചിലപ്പോൾ അല്പം മാറിയേക്കാം അങ്ങോട്ടോ ഇങ്ങോട്ടോ. അങ്ങനെ വന്നാൽ ക്ഷമിച്ചോണം, അത് ഓർമ്മയെന്ന് പറയുന്നതാണ്. അങ്ങനെ 17 കാണ്ഡങ്ങളും 14 കാണ്ഡങ്ങളുമുള്ള കാണ്വ പാഠവും മാധ്യന്തിന പാഠവും 2 പാഠങ്ങൾ ഈ ഉപനിഷത്തിനുണ്ട്. അരവിന്ദ മഹർഷിയെ പോലുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത് മാധ്യന്തിന പാഠമാണെന്നാണ് തോന്നുന്നത്. ശ്രീശങ്കരൻ സ്വീകരിച്ചിട്ടുള്ളത് കാണ്വ പാഠമാണ്. അത് സംശയമൊന്നുമില്ല. മറ്റതെൻ്റെ സംശയം ഈശാവാസ്യവും ഇങ്ങനെ തന്നെയാണ്. ഈശാവാസ്യത്തിൻ്റെ കാണ്വ പാഠമാണ് ശങ്കരനും നാരായണ ഗുരുവും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്. മാധ്യന്തിന പാഠത്തിന് കവിതാമയത്വം ചില രംഗങ്ങളിൽ കൂടുതലുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഈശാവാസ്യത്തിൽ എന്ന് പറഞ്ഞാൽ, അസുര്യാ നാമതേ ലോക അന്ധേന തമസാവൃതാഹ, അതാണ് ഉപനിഷത്ത്. നാരായണ ഗുരുവിന്റെ തർജ്ജമയും അങ്ങനെയാണ്. ആസുരം ലോകമൊന്നുണ്ട് എന്നാണ് നാരായണ ഗുരു തർജ്ജമ ചെയ്യുന്നത്. അസുര്യ, ആസുരമായ. എന്നാൽ മാധ്യന്തിന പാഠം അസുര്യ എന്നല്ല, അസൂര്യാനാമതേ ലോക, സൂര്യനില്ലാത്ത ലോകം. ആ മാധ്യന്തിനമാണ് അരവിന്ദനൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം സൂര്യനില്ലാത്ത ലോകത്തെ ഇരുട്ട്, അതാണ്. ആസുരങ്ങളായ ലോകങ്ങളിലെ അന്ധകാരമാണ് ശങ്കരനൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. കവിതാമയത്വം സൂര്യനില്ലാത്തപ്പോഴത്തെ ഇരുട്ടാണെന്ന് തോന്നുന്നു കൂടുതൽ കവിതയുള്ളത്. മനസ്സിലായില്ല? പക്ഷേ വേദാന്തപരമായ ആശയം കൂടുതലുള്ളതും കാണ്വത്തിലാണ്. ആസുരം ദൈവി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായില്ല? ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോ ശങ്കരനൊക്കെ സ്വീകരിച്ചിരിക്കുന്നത് കാണ്വ പാഠമാണ്. ഈ കാണ്വ പാഠത്തിലെ അവസാന കാണ്ഡത്തിലെ 3 മുതൽ 8 വരെ അധ്യായമാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. ശതപഥ ബ്രാഹ്മണത്തിലെ കാണ്വ പാഠത്തിലെ 3 മുതൽ 8 വരെ അധ്യായങ്ങളാണ് ബൃഹദാരണ്യക ഉപനിഷത്ത്. മാധ്യന്തിനത്തിലാവട്ടെ അവസാന കാണ്ഡത്തിലെ 4 മുതൽ 9 വരെ അധ്യായങ്ങളാണ് മാധ്യന്തിന പാഠത്തിൽ ബൃഹദാരണ്യകം. 2 വഴിക്കും ബൃഹദാരണ്യകം 6 അധ്യായങ്ങളാണ്. 2ലും ആ അധ്യായത്തിന് വ്യത്യാസമില്ല, സബ്ജക്റ്റിനും വ്യത്യാസമില്ല, ഈഷത് ഭേദമൊഴിച്ചാൽ.
6 അധ്യായങ്ങൾ 3 കാണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട് പഠിക്കാനുള്ള ഈ ഉപനിഷത്തിൽ. ഒന്നാമത്തത് മധുകാണ്ഡം, രണ്ടാമത്തത് മുനികാണ്ഡം, മൂന്നാമത്തത് ഖിലകാണ്ഡം. ഖിലകാണ്ഡം. ഇങ്ങനെ 3 കാണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട്. 3 കാണ്ഡങ്ങൾ ക്രമത്തിൽ ഉപദേശം, ഉപപത്തി, ഉപാസന എന്നിങ്ങനെ പറയാം. ഒന്നാമത്തതിൽ ഉപദേശം, രണ്ടാമത്തതിൽ ഉപപത്തി, മൂന്നാമത്തതിൽ ഉപദേശം എന്നീ കാണ്ഡങ്ങളെ തിരിച്ചു പറയാം. 6 അധ്യായങ്ങളിലായി 47 ബ്രാഹ്മണങ്ങളുണ്ട് ഇതിനകത്ത്. 47 ബ്രാഹ്മണങ്ങളിലായാണ് ബൃഹദാരണ്യകം പറയുന്നത്. ശങ്കരന്റെ ഭാഷ്യം കൊണ്ടും സുരേശ്വരാചാര്യന്റെ, ശങ്കര ശിഷ്യനായ സുരേശ്വരാചാര്യന്റെ ഭാഷ്യവാർത്തികം കൊണ്ടും ബഹുമാന്യനായ മാധവ വിദ്യാരണ്യ സ്വാമികളുടെ ഭാഷ്യസാരം കൊണ്ടും അത്യുത്തമമാണ് ഈ ഉപനിഷത്ത് ലോകം, ഈ ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ ലോകം. അദ്വൈതപരമായി വിശിഷ്ടാദ്വൈതത്തിലും ദ്വൈതത്തിലുമൊക്കെ ഇതിന് വ്യാഖ്യാനങ്ങൾ രാമാനുജന്റെയും വല്ലഭന്റെയും മാധ്വന്റെയും ഒക്കെ ഉണ്ട്. അവ ഞാൻ സ്പർശിക്കുന്നില്ല ഇവിടെ. കാരണം അവ ശങ്കരദർശനത്തിന് ശേഷമുണ്ടായിട്ടുള്ളവയും ശങ്കരദർശനം പൂർവപക്ഷമായി കൊണ്ടുവന്നിട്ടുള്ളവയെ ആസ്പദമാക്കി രചിച്ചിട്ടുള്ളവയുമാണ്. അവിടെയൊക്കെയാണ് ശങ്കരാചാര്യരുടെയും മറ്റും കാലത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ പോലും പലപ്പോഴും തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. കാലം നിശ്ചയിക്കുന്നത് ഒരു പുസ്തകത്തിനകത്ത് ഏതെങ്കിലും ഒരു റഫറൻസ് കണ്ടു കഴിഞ്ഞാൽ അത് മുമ്പുള്ളയാൾ എഴുതിയതാണ്, അതുകൊണ്ടാണ് ആ റഫറൻസ് വന്നത്, അതുകൊണ്ട് അയാളുടെ കാലശേഷമാണ് ഇയാളുടെ കാലം. അങ്ങനെയാണ് ഇന്ന് കാലനിർണയം നടത്തിപ്പോകുന്നത്. അങ്ങനെ നടത്തിയാൽ ശ്രീശങ്കരനും മറ്റും രാമകൃഷ്ണദേവനും ശേഷമാണ് ജീവിച്ചിരുന്നത്. മനസ്സിലായില്ല? ശങ്കരന്റെ വേദാന്ത കേസരിയിൽ ശതശ്ലോകിയിൽ ദൃഷ്ടാന്തോ നൈവദിഷ്ടസ്ത്രിഭുവന ജഠരേ സദ്ഗുരു ജ്ഞാനദാതു എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. വായിച്ചിട്ടുണ്ടോന്നറിയില്ല ആരെങ്കിലും? സദ്ഗുരു, ജ്ഞാനദാതാവായ സദ്ഗുരുവിന് സമമായൊരു ദൃഷ്ടാന്തം പറയാനില്ല. യാവ ചില ആചാര്യന്മാർ സദ്ഗുരുവിനെ സ്പർശമണിയോട് ഉപമിക്കാറുണ്ട്. സ്പർശമണി കൊണ്ട് തൊട്ടാൽ ലോഹം സ്വർണമാവും, സ്പർശമണി ആവില്ലല്ലോ. മനസ്സിലായില്ല? ഗുരു ശിഷ്യനെ ഗുരുവാക്കുന്നു. അതുകൊണ്ട് ഗുരുവിനോട് ഉപമിക്കാൻ മറ്റൊന്നുമില്ല. ഇങ്ങനെയാണ് ആ ശ്ലോകം. സാധാരണ ജനങ്ങൾ കേട്ടിട്ടുള്ള ഈ പ്രസ്താവം രാമകൃഷ്ണ വചനാമൃതത്തിലാണ്. സ്പർശമണിയോടുള്ള ഉപമ ഗുരുവിനെ. മനസ്സിലായില്ല? കേട്ടിട്ടില്ല? അത് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു പണ്ഡിതൻ വന്നൊരു PhDക്ക് വേണ്ടി റിസർച്ച് ചെയ്താൽ ഏതൊന്നാണോ രാമകൃഷ്ണദേവൻ തൻ്റെ വചനാമൃതത്തിൽ ഗുരുവിനെ ഉപമിച്ചിരിക്കുന്നത് സ്പർശമണി, അതിനെ ഉപമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവൻ അതിനുശേഷമേ ജനിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല?